മൂന്നാർ ടൗണിലിറങ്ങി കാട്ടാന കാട്ടുകൊമ്പൻ പടയപ്പയാണ് പുലർച്ചെ മൂന്നാർ ടൗണിലെത്തി നാശം വരുത്തിയത്. ടൗണിലുണ്ടായിരുന്നവർ ചേർന്ന് ആനയെ തുരത്തുകയായിരുന്നു. വഴിയോര കച്ചവടശാലകൾ കാട്ടാന തകർത്തു. പടയപ്പയെ ജനവാസ മേഖലയിൽ നിന്നും തുരത്തണമെന്ന് പ്രദേശവാസികൾ ആവശ്യപ്പെട്ടു. മൂന്നാറിൽ കാട്ടാന ശല്യം ഒഴിയുന്നില്ല. മൂന്നാർ ടൗണിൽ ആറോ ജംഗ്ഷനിലിറങ്ങിയ കാട്ടാന നാശം വരുത്തി. കാട്ടുകൊമ്പൻ പടയപ്പയാണ് ഇന്ന് പുലർച്ചെയോടെ ടൗണിലിറങ്ങി വഴിയോര കച്ചവട സ്ഥാപനങ്ങൾ തകർത്തത്. രാവിലെ ഇവിടെ ഒരു 4 മണിയോടുകൂടി ടൗണിൻ്റെ അകത്ത് കാട്ടാന ഇറങ്ങിയായിരുന്നു. ഇപ്പോൾ നമുക്ക് സീസൺ തുടങ്ങിയേക്കുവാണ്. സീസൺ തുടങ്ങിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ടൂറിസ്റ്റ് ആൾക്കാരെല്ലാം അവർ രാത്രിയിൽ ഇങ്ങോട്ട് വരുമ്പോൾ ജനവാസ മേഖലയിലേക്ക് ഇതുപോലെ വന്യമൃഗങ്ങളുടെ ശല്യം സംബന്ധിച്ച് ഉണ്ടായിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടുണ്ടാകും. അതുകൊണ്ട് ഇതിനെതിരെ ഫോറസ്റ്റുകാരും പോലീസുകാരും അത് ബന്ധപ്പെട്ട അധികാരികളും വേണ്ട നടപടികൾ എടുക്കണമെന്ന് മൂന്നാറിലെ നൈറ്റ് ആൻഡ് ഗൈഡ് അസോസിയേഷനും ബാക്കി ജനങ്ങളും ഗവൺമെൻറ്റിനെ ബോധിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. ഇത് ഇവിടുത്തെ കുറേ കടകളെല്ലാം തകർക്കുകയും നമ്മുടെ ഇവിടെയുള്ള ഒരു പാർക്ക് തകർക്കുകയും ഒക്കെ ഉണ്ടായിട്ടുണ്ട്. ചെറിയ വലിയ നാശനഷ്ടങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ട് ഇന്നലെ നടന്നിട്ടുണ്ട്. പഴയ മൂന്നാർ ടൗണിന് സമീപത്ത് മൂന്നാർ പഞ്ചായത്ത് നിർമ്മിച്ചിട്ടുള്ള പാർക്കിനും ആന നാശം വരുത്തി. കാട്ടാന ടൗണിലെത്തിയ സമയത്ത് ആളുകൾ ടൗണിലുണ്ടായിരുന്നു. ആനയെ ആളുകൾ ചേർന്ന് തുരത്തുകയായിരുന്നു. വിനോദസഞ്ചാരികൾ കൂടുതലായി മൂന്നാറിലേക്ക് എത്തുന്ന സമയമാണിതെന്നും ആനയെ ജനവാസ മേഖലയിൽ നിന്നും കാട്ടിലേക്ക് തുരത്തണമെന്നും പ്രദേശവാസികൾ ആവശ്യപ്പെട്ടു. മുൻകാലങ്ങളിലും പടയപ്പ മൂന്നാർ ടൗണിലെത്തുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് വരെ പടയപ്പ മതപ്പാടിലായിരുന്നു. ഈ സമയത്ത് ആന വലിയ തോതിൽ ജനവാസ മേഖലകളിലിറങ്ങി പരാക്രമം നടത്തിയിരുന്നു. ഇതിന് പിന്നാലെയാണ് ആന ഇപ്പോൾ മൂന്നാർ ടൗണിലേക്കും എത്തിയിട്ടുള്ളത്. സംഭവത്തിൽ വനംവകുപ്പ് അടിയന്തര നടപടി സ്വീകരിക്കണമെന്നാണ് നാട്ടുകാർ ആവശ്യപ്പെടുന്നത്. ന്യൂസ് ബ്യൂറോ, മൂന്നാർ.